വെള്ളാപ്പള്ളി നടേശനെ UDF ആക്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനു വേണ്ടിയെന്ന് BJP. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്. കേരള പൊതുസമൂഹം വെള്ളാപ്പള്ളി നടേശനൊപ്പം ഉണ്ടാകുമെന്നും VV രാജേഷ് ജനം TVയോട് പറഞ്ഞു. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുന്നിൽ കണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാൻ UDF ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് പറഞ്ഞു. ലീഗ് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്ന VD സതീശൻ ഇപ്പോൾ മതേതരത്വം പറയുകയാണെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നേടുവാനുള്ള VD സതീശൻ്റെയും UDFൻ്റെയും തന്ത്രങ്ങൾ ഒരു കാരണവശാലും കേരളത്തിലെ ഈ ജനാധിപത്യ സമൂഹത്തിൽ വിലപ്പോവുകയില്ല. ജനാധിപത്യ സമൂഹത്തിലെ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ സമ്പൂർണ്ണ പിന്തുണ ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ട്. കാരണം അദ്ദേഹം പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിലെമ്പാടും യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെന്താ ഇത്രത്തോളം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനിരിക്കുന്നത്? മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് കിട്ടിയ ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ചാരിയാണെങ്കിൽ പോലും കേരളം ഇസ്ലാമിക രാഷ്ട്രം 20 വർഷത്തിനകം ആകുമെന്ന് ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ, ഇതൊരു വസ്തുതയായിരിക്കെ, കേരളത്തിലെ ഏതൊരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താലും മലബാർ മേഖലയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന തിട്ടൂരത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ VD സതീശൻ്റെ പാർട്ടിയെ ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തിയല്ലേ 5ാം മന്ത്രിസ്ഥാനം നേടിയെടുത്തത്. അപ്പോൾ VD സതീശൻ എവിടെയായിരുന്നു? പഞ്ചപുച്ചോടൊക്കെ നിൽക്കുകയായിരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന പല കാര്യങ്ങൾ കണ്ട വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഇത്തരത്തിലൊരു വസ്തുത ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ അതിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യപരമായ ഒരു ചർച്ച രൂപീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒരു 10-40 MLA-മാരുടെ പിൻബലത്താൽ അദ്ദേഹത്തെ ആക്രമിച്ച് കീഴടക്കാമെന്നാണ് VD സതീശൻ്റെയും UDFൻ്റെയും മോഹമെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ചില്ലാതാക്കാൻ കഴിയില്ലെന്നും BJP അടക്കമുള്ള ജനാധിപത്യ വിശ്വാസികൾ അദ്ദേഹത്തിനൊപ്പമുണ്ടെന്നും രാജേഷ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.